അമേരിക്കയോട് എല്ലാ അറബികളും എതിരിടാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ഇറാൻ പ്രശ്നത്തിൽ ഇറാനൊപ്പം അറബി രാജ്യങ്ങളൊന്നും അനുകൂലിച്ച് നിന്നില്ലല്ലോ. അമേരിക്കയെ എതിർക്കുക എന്നത് രണ്ട് തലത്തിലാണ് ഉള്ളത്. അതായത് അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഭരണകൂടത്തിന്റെ നിലപാടും ആ ഭരണകൂടമുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ നിലപാടും ഒന്നായിക്കൊള്ളണം എന്നില്ല, ഒന്നല്ല. ഇപ്പൊ മൊത്തത്തിൽ അറബ് ലോകത്തുള്ളത് ഭരണകൂടങ്ങളുടെ നിലപാട് ഒന്നും ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ നിലപാട് വേറെ ഒന്നുമാണ്. പല ലോകത്തുമുള്ളത് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളാണ്. ഭരണകൂടങ്ങൾ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, പകരം അവരുടെ നിലനിൽപ്പ് നോക്കിയാണ്. അപ്പൊ അമേരിക്കയെ രണ്ട് തരത്തിലാണ് ഭരണകൂടങ്ങളുള്ളത്. ഒരു കൂട്ടർ കണ്ണുമടച്ച് അമേരിക്കയെ പിന്തുണച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുക, ഭരണകൂടം പേരിൽ മുസ്ലിങ്ങളാണ് എങ്കിലും ആ നിലപാട് സ്വീകരിക്കുന്ന ചുരുക്കം, വളരെ ചുരുക്കം ചില രാജ്യങ്ങളുണ്ട്. വേറെ കുറെ ഭരണകൂടങ്ങൾ സംഗതിയൊക്കെ ശരിയാണ്, അമേരിക്ക ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണ്, ഇസ്ലാം വിരോധിയാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അമേരിക്കയെ എതിർത്തുകൊണ്ട്, അമേരിക്കയെ നേരിട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ ഭരണം നിലനിൽക്കുകയില്ല, നിലനിർത്താൻ കഴിയുകയില്ല എന്ന നിസ്സഹായതയിൽ നിന്ന് അമേരിക്കയുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഭരണകൂടങ്ങളുമുണ്ട്. കൂടുതൽ ഭരണകൂടങ്ങളും ഇപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അവർക്ക് സാധ്യമല്ല, നിസ്സഹായരാണ്. ജനങ്ങളെയും കൊണ്ട്, ജനങ്ങൾ മറുപക്ഷത്താണ്, പക്ഷെ ജനങ്ങളെയും കൊണ്ട് ഒരു ശക്തമായ ചെറുത്തുനിൽപ്പിന് മുതിരുവാനുള്ള ആർജവം അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആർജവം ലഭിക്കുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾ ഏതായാലും അമേരിക്കയുടെ മറുപക്ഷത്താണ്. നമ്മള് ജനങ്ങൾക്ക്, മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 4 ഭരണാധികാരികളല്ല, ആ രാജ്യങ്ങളിലെ ജനങ്ങളാണ്. ജനങ്ങൾ ചിന്തിക്കുന്നത് അമേരിക്കക്കെതിരായിട്ടാണ്. എല്ലാ രാജ്യങ്ങളിലും, ഈ രാജ്യങ്ങളിലൊക്കെയും ജനങ്ങൾ ചിന്തിക്കുന്നത് അമേരിക്കക്കെതിരായിട്ടാണ്, ഭരണകൂടങ്ങൾ അങ്ങനെയല്ലെങ്കിലും. അപ്പൊ ഭരണകൂടങ്ങൾ ഈ നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഇറാനെ അനുകൂലിക്കാൻ സാധിക്കാത്ത ഒരു പരുവത്തിൽ എത്തിപ്പെടുകയാണ് ഉണ്ടായത്.